on my skin takes me back to the time met you on a Friday, halfway out at the door of the club, playing soul on the weekends, stayed in bed till Wednesday, fell in love with you. ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെസ്റ്റേൺ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 ഹെയർ സ്റ്റൈൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ഹെയർ സ്റ്റൈൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഒരു ഹെയർ സ്റ്റൈലും കൂടി കാണിക്കാം. നമ്മളുടെ വെസ്റ്റേണിന് പറ്റിയ ഹെയർ സ്റ്റൈൽ, വെസ്റ്റേണിന് പറ്റിയ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ എടുക്കുന്നത് ഒരു പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിഫോർ മേക്കപ്പ്. അപ്പം ഞാൻ പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസർ വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. നമ്മൾ ബിഫോർ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ നന്നായിട്ട് മസാജ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്കൊരു ഗ്ലോ കിട്ടത്തുള്ളൂ. അതിനുശേഷം ഞാനൊരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്, ഗുഡ് വൈബ്സിൻ്റെ. അത് നമുക്ക് ഓപ്ഷണലാണ്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടൊരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട് മേക്കപ്പിന് മുന്നേ. അതിനുശേഷം നമ്മൾ ഒരു ഫൗണ്ടേഷൻ എടുക്കുക. ഇത് ലാക്മേയുടെ ഒരു ഫൗണ്ടേഷനാണ്, വളരെ നല്ലൊരു ഫൗണ്ടേഷനാണ്, വളരെ ഒരു അഫോർഡബിൾ റേറ്റാണ്. എനിക്കിത് സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പം ഞാൻ ആദ്യം കരുതിയത് ഇത് എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റില്ലെന്ന്. പക്ഷേ ഏറ്റവും ബെസ്റ്റാണ്, എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്, നല്ലൊരു ഇൻവിസിബിൾ ഫൗണ്ടേഷനാണ്. അതിനുശേഷം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഒരു ബ്രഷ് എടുത്തിട്ട്, നിങ്ങൾക്കൊരു ബ്യൂട്ടി സ്പഞ്ച് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം നോർമലി ഞാൻ കൺസീലർ ഇടുവാണ്. നമുക്ക് എവിടേക്കാണോ ഡാർക്ക് സർക്കിൾ ഉള്ളത്, എവിടേക്കാണോ ഒന്ന് ഡാർക്ക് സർക്കിൾസ് ഒന്ന് മറക്കേണ്ടത്, അവിടെ എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനൊരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കേക്കി ആയിട്ടിരിക്കും. നെക്സ്റ്റ് എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ടൊരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു കിറ്റ് എടുക്കുകയാണ്, ഐബ്രോ കിറ്റ് എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കണ്ണിനൊരു ഹൈലൈറ്റ് കൊടുക്കാനായിട്ടൊരു ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് 2 ഐയും. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു സ്മോക്കി ഐ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൗൺ വെച്ചിട്ട് ഒന്ന് സ്മോക്കി ഐ ചെയ്യുകയാണ്. പിന്നെ അതൊരു ഡാർക്ക് ബ്ലൂ ആണ്. ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയത്തില്ല, ഒരു ഗ്രീൻ കളർ ടൈപ്പാണ്. പക്ഷെ നല്ലതാണ്, നമുക്കൊരു ബ്രൗണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ലുക്കാണ്. അപ്പം ക്യാമറയിൽ കുറച്ച് ഡള്ളായിട്ടാണ് കാണിക്കുന്ന കളറ്. അതിനുശേഷം ഞാനൊരു ലാക്മേയുടെ ഒരു നോർമൽ ഒരു ഐലൈനർ എടുത്തിട്ട് ഒന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ബ്രൗൺ ഐ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൻ്റെ അടിയിൽ. കാരണം ഞാനിത് ഫുൾ എഴുതുന്നില്ല ബ്ലാക്ക് വെച്ചിട്ട്. നെക്സ്റ്റ് ഞാൻ ബ്ലാക്ക് തന്നെ എടുത്തു, എന്നിട്ട് ഞാൻ ഹാഫ് എഴുതി കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബ്രൗൺ വെച്ചൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് നല്ലൊരു എടുപ്പ് തോന്നിക്കും. അതിനുവേണ്ടിയാണ് 2 കണ്ണിലും ഞാൻ ഹാഫ് എഴുതി കൊടുക്കുവാണ്. ബ്രൗൺ വെച്ച് എഴുതിക്കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും നമുക്ക് നേരിട്ട് കാണാനായിട്ട്. അപ്പം ഹാഫ് എഴുതിയതിന് ശേഷം ഞാൻ സ്പ്രെഡ് ചെയ്യുന്നില്ല, നോർമലി എഴുതുന്ന പോലെയാണ്. അതിനുശേഷം ഞാൻ നോർമലി മസ്കാര, നമ്മളുടെ കണ്ണിൻ്റെ ഒരു ഐ മേക്കപ്പ് ലുക്ക് ഫിനിഷ് ആവുന്നത് മസ്കാര വെച്ചിട്ടാണ്, നോർമൽ ഒരു മസ്കാര. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് മസ്കാരയാണ്. അതിനുശേഷം ഞാൻ നോർമൽ ഒരു ബ്ലഷ് ഇട്ടു, നമുക്കൊന്ന് ചീക്സിൽ 2 സൈഡിലും. പിന്നെ ഒരു ഹൈലൈറ്റർ സ്റ്റിക്ക്, ഇത് വളരെ നല്ലൊരു സ്റ്റിക്കാണ്, ഞാൻ കുറേ നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വളരെ ഈസിയാണ് യൂസ് ചെയ്യാനും. അതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ ഈ ഒരു ഹൈലൈറ്റർ സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ്. ഒരു ഗ്ലോ വരാനായിട്ട് നമുക്ക് എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് അവിടെ എല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ന്യൂഡ് നൈക്കയുടെ ഒരു ലിപ് ലൈനറാണ്. ഇത് മാത്രം ഇട്ടാൽ തന്നെ നല്ലൊരു ഷെയ്ഡാണിത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് ഡാർക്ക് ആക്കാനായിട്ട് ന്യൂഡ് ഒരു സ്റ്റേറ്റ് കോക്കിയുടെ ഒരു ക്രയോൺ ഇടുന്നുണ്ട്. അതിനുശേഷം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്, ലാസ്റ്റ് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാനൊരു ബ്യൂട്ടി സ്പഞ്ച് എടുത്തിട്ട് ഫുള്ളൊന്ന് സെറ്റാക്കി കൊടുക്കുവാണ്. അപ്പം ഈ ഒരു മേക്കപ്പ് ലുക്ക് വളരെ സിമ്പിളാണ്. വെസ്റ്റേണിൻ്റെ കൂടെ നമുക്ക് പലർക്കും വെസ്റ്റേണിൻ്റെ കൂടെ എങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷനുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഗ്ലോ, നല്ലൊരു ഗ്ലോ ആണിത്. വളരെ കുറച്ച് പ്രോഡക്റ്റ് എന്നാലും ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ഈ ഒരു മേക്കപ്പ് ലുക്ക് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായാണ് എന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ എൻ്റെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പം ഇനിയും നല്ല വീഡിയോസുമായി കാണും വരെ ബൈ, ടേക്ക് കെയർ.